മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ അറിയാത്ത ആരും തന്നെ ഉണ്ടാകും. 18 രാജ്യത്തിന്റെ മഹാചക്രവർത്തിയായിരുന്നു. ബൽഖ് എന്ന രാജ്യത്തിന്റെ രാജാവായിരുന്നുവെങ്കിലും ദുനിയാവിനെ ത്യാഗം ചെയ്ത റഈസുസ്സാഹിദീൻ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഞാൻ കഥയിലേക്ക് കടക്കാം. ഒരിക്കൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ സേവകന്മാരും വേട്ടയാടാൻ വേണ്ടി വഴിമധ്യയിലായപ്പോൾ അവർക്ക് വല്ലാത്ത വിശപ്പനുഭവം. അങ്ങനെ അവർ എല്ലാവരും മരച്ചുവട്ടിന്റെ അരികിൽ പോയി അവർ കൊണ്ടുവന്ന റൊട്ടിയൊക്കെ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ നിന്നോ ഒരു കാക്ക വന്നുകൊണ്ട് ആ റൊട്ടിയെ പറപ്പിച്ചു കൊണ്ടുപോയി. അതിനാരും ഒരു വലിയ വിഷയമായി എടുത്തില്ല. അങ്ങനെ 2ാമത്തെ ദിവസം അവർ വേട്ടയാടാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെ അവർ ഭക്ഷണം തിന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു പക്ഷി കൊണ്ടുകൊണ്ട് വീണ്ടും 2ാം ദിവസവും ഒരു റൊട്ടി പറപ്പിച്ചു കൊണ്ടുപോയി. അതിനെയും ആരും ഒരു വലിയ വിഷയമായി എടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 3ാമത്തെ ദിവസവും അവർ ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു കാക്ക വന്നുകൊണ്ട് 3ാമത്തെ ദിവസവും റൊട്ടിയെ പറപ്പിച്ചു കൊണ്ടുപോയി. ഇത് കണ്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വല്ലാത്ത ദേഷ്യപ്പെട്ടു. തൻ്റെ കുതിരപ്പുറത്ത് കയറി ആ കാക്കയെ പിന്തുടർന്നു. ആ കാക്ക ഒരു വലിയൊരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി. അവിടേക്ക് തൻ്റെ കുതിരയുമായി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടേക്ക് പോയി. പോയപ്പോൾ അവിടെയുള്ള കണ്ട സംഭവം കണ്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വല്ലാത്ത അനുഭവപ്പെട്ടു. ഒരു വ്യക്തി തൻ്റെ കൈക്കാളും ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ആ കാക്ക തൻ്റെ റൊട്ടി അദ്ദേഹത്തിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. അദ്ദേഹം കഴിക്കുന്നു. പാനീയം വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. അദ്ദേഹം കുടിക്കുന്നു. ഇത് കണ്ട മഹാനവറുകൾ വല്ലാതെ അത്ഭുതപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി വിഷയങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അയാൾ പറയുന്നു, ഞാനൊരു കച്ചവടക്കാരനാണ്. 7 ദിവസങ്ങൾക്ക് മുമ്പ് ഗുണ്ടകളൊക്കെ വന്ന് എൻ്റെ 2 കൈക്കാളുകൾ ചങ്ങാളക്കൊണ്ട് കെട്ടിയിട്ട് എൻ്റെ എല്ലാ സമ്പത്തും അവർ അന്നു മുതൽ ഇന്ന് വരെ എനിക്ക് ഭക്ഷണവും പാനീയവും തന്നത് ഈ പക്ഷിയാണ്. ഞാൻ ഒരു ദിവസം പോലും പട്ടിണിയായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ട് വല്ലാത്ത അനുഭവപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ ചങ്ങളൊക്കെ അയച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി. ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ഈ ഭൂമി ലോകത്ത് കാണുന്ന മുഴുവൻ ജീവജാലങ്ങൾക്കും ഭക്ഷണം റിസ്ക് കൊടുക്കുന്നത് അള്ളാഹു തന്നെയാണ്. ഒരുത്തൻ അള്ളാഹുവിലേക്ക് വരവേൽപ്പിച്ചാൽ അവൻ അറിയാത്ത രീതിയിൽ അള്ളാഹു തആല അവനിക്ക് റിസ്ക് കൊടുക്കുന്നു. അതുകൊണ്ട് നാം എല്ലാവരും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് വരവേൽപ്പിക്കുന്നു. അള്ളാഹു കാണുന്ന